Hi friends, I am Rani. Welcome to my channel Salt and Pepper. ഇന്ന് കുറച്ച് നല്ല മഴയുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ കൊടയും ചൂടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രയോജനപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പറയുന്നു ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ അമ്മമാരിൽ നിന്നാണ് എനിക്ക് കിട്ടിയ ഈ ന്യൂസ്. അപ്പോൾ ഞാൻ ഓർത്ത് കൂടെ പറഞ്ഞേക്കാണ്. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ അത് വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് പെരിങ്ങലം എന്ന് പറയുന്ന ചെടിയെപ്പറ്റിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പള്ള പോലെ, അല്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാലും റോഡ് സൈഡുകളിലും കാട്ടിലൊക്കെ നിൽക്കുന്ന പോലെയാണ് ഈ ചെടി നിൽക്കാറ്. ആരും ഇതിനൊന്നും നോക്കാറ് പോലില്ല. ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോഴാണ് ഈ ചെടിയെപ്പറ്റി സത്യം പറയാൻ അറിയുന്നത്. ആദ്യം നമുക്ക് ഈ പെരിങ്ങലത്തെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് കുറച്ച് പോയി പറിച്ചുകൊണ്ട് തന്നെ വരാം. എന്നിട്ട് ഞാൻ ബാക്കി ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇതുണ്ടോ, ഈ സാധനം ഞാൻ പണ്ട് നാൾ തൊട്ടേ കാണുന്നതാണ് വഴിയരികിലൊക്കെ. ചെടി ഇത് നമുക്ക് ത്വക്ക് രോഗങ്ങൾക്ക്, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരുപാട് നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്ക്, വളരെ അറിയാവുന്ന ഒരാൾക്ക് സ്കിൻ പ്രോബ്ലം ആയിട്ട്, സ്കിന്നിന് ചൊറിച്ചിലായിട്ട് ഒരു 6 months, മോർ ദാൻ 6 months പോകാത്ത ഹോസ്പിറ്റലുകളില്ല. അവർ ആൻറ്റിഹിസ്റ്റമിൻസും സ്റ്റെറോയിഡ്സും അങ്ങനെ പല മരുന്നുകളെല്ലാം കൊടുത്തു നോക്കി അവർ ഫെയിലായി. ശരിക്കും പറഞ്ഞാൽ രാത്രി കിടന്ന് ഉറക്കം പോലും ഇല്ലാത്ത രീതിയിൽ ചൊറിച്ചിൽ വന്നാലത്തെ അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ചൊറിച്ചിൽ വന്നാലും കണ്ണിലൊന്നും ഒഴിച്ചേക്കരുത്. കണ്ണൊഴിച്ച് സ്കിന്നിൻ്റെ എക്സ്റ്റേണലായിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ചൊറിച്ചിലിന് ഒരുപാട് നല്ലതാണ്. ചൊറിച്ചിലിന് മാത്രമല്ല, അല്ലാതെ തന്നെ ശരീരത്തുണ്ടാകുന്ന വ്രണങ്ങൾ, വൂണ്ടുകൾക്കൊക്കെ ഇത് ഒരുപാട് നല്ലതാണ്. ഇതിൻ്റെ ഈ കിളുന്ത് ഇല നമുക്ക് എണ്ണ കാച്ചിട്ട് അത് മുറിവിൽ തേക്കുന്ന ഒരുപാട് നല്ല, പെട്ടെന്ന് ഹീലാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞങ്ങളുടെ അച്ചാച്ചിക്കും അമ്മച്ചിക്കും അറിയാം. അപ്പോൾ രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് രാവിലെ പിടിച്ചുകൊണ്ട് വരാം. അവരോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ബാക്കിയുള്ള ഗുണങ്ങൾ എന്താ. വേറെ കാര്യം പറയണ്ട, എനിക്കിവിടെ നാട്ടിൽ വന്നതിന് ശേഷം കൊതുക് ഏത് സൈഡിൽ കൂടെ പോലും എന്നെ ഓടിച്ചിട്ട് പിടിച്ച് കുത്തും. ആരും കുത്തിയില്ലേലും അവരെയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എന്നെ കുത്തിയിട്ട് ഇങ്ങനെ ഭയങ്കര ടപ്പം പോലെ അടിച്ച് എൻ്റെ ദേഹത്തെല്ലാം വന്നു കേട്ടോ. എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ കലാമിൻ ലോഷനും ഈ ഹിസ്റ്റമിൻ അടങ്ങിയ കലാമിൻ ലോഷനൊക്കെ തേച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ, ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, ഇതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈ സംഭവം ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന്. അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് ഇതുണ്ടതേ, ഇത് പഞ്ഞി പോലെ ആയിരിക്കും. ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ പീച്ചി അല്ല ഞാൻ റെഡിയിട്ട് ഞാൻ ആ സ്ഥലത്ത് തേച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര നേരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അറിയാമോ. ആ ചൊറിച്ചിൽ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡിൽ തന്നെ പോയി. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, എനിക്കറിയാവുന്ന എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിക്ക് ഇതിൽ ചൊറിച്ചിലുണ്ടായിരുന്നു. ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നത്, കുറച്ച് കൊണ്ടുപോയാലെന്ന് എനിക്കുണ്ട്. ഇപ്പോൾ സ്കിന്നിന് നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ. ചൊറിച്ചിൽ അത്രയ്ക്കും പ്രശ്നകാരിയാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമുക്ക് അമ്മച്ചീനും അച്ചാച്ചി ഒന്ന് കണ്ടു നോക്കാം. ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം അവരോട്, എന്താ പണിയെന്ന് അറിയത്തില്ല, കണ്ടു നോക്കാം. വാ. കാട്ടുചെടി പോലെ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ പെരിങ്ങൽ എന്ന് പറയുന്നത്. അത് പറമ്പിൽ പിടിച്ചാലത് പോകാൻ അഥവാ അങ്ങനെ പിടിച്ചാൽ അതിൻ്റെ വേരേന്ന് പോലും കിളുത്ത് ഈ കരിയേപ്പൊക്കെ പടരുന്ന പോലെ കൂടുതലായിട്ട് പടരുമാണ്. ഔഷധ ഗുണമുണ്ട്. പിന്നെ ചൊറിച്ചില വെച്ച് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഭേദപ്പെട്ടതാണ്. ഈ മുറിവിനും ചൊറി അല്ലേ പിള്ളേർക്കൊക്കെ പെരിങ്ങലം ഇതിന്റെ കിളുന്തെടുത്ത് ഞെരടി എണ്ണ മുറുക്കി കയ്യിലൊക്കെ തേച്ച ഒരുമാതിരിപ്പെട്ട ഈ ചൊറിച്ചിൽ കൊണ്ടുണ്ടാകുന്ന വ്രണങ്ങളെല്ലാം പോകും. 2 ഇല എടുത്തിട്ട് ഇത് നമ്മൾ കുളിക്കുമ്പോ ഇത് തേച്ച് കുളിക്കണം. പിന്നെ ഇതിന്റെ ഇല എടുത്തിട്ട് എണ്ണക്കകത്തിട്ട് മുറുക്കണം. എണ്ണ മുറുക്കുന്ന അറിയത്തില്ലേ? ശേഷമാണ് എപ്പോഴും വെറുതെ 7 നേരത്താണെങ്കിലും നമ്മുടെ എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ പോലെ. അതുപോലെ നീര് വേണമെന്നില്ല. ആ നീര് വെറ്റക്ക രൂപത്തിൽ
ഒന്ന് ഉടച്ചിട്ടേ തേച്ചാലും മതി. എനിക്കത് പുഴുക്കടിക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. പുഴുക്കടിക്ക് നല്ലതൊരു ഇതാ. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറയുന്നത് കേട്ടു, ചേച്ചി കുഞ്ഞായിരുന്ന സമയത്ത് ദേഹത്തെല്ലാം ചൊറിയായിരുന്നു, ചൊറിയും ചിരങ്ങ് പോലത്തെയൊക്കെ. അപ്പൊ അമ്മയൊക്കെ പിടിച്ചിട്ട് ഒരയ്ക്കുന്ന സാധനം തരുന്നത് നന്നായിട്ട്. അത് ചെറുപ്പത്തിലെ പണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കരപ്പനെന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവും. അതുണ്ടാകുന്ന നല്ലതെന്നാ എന്റെ കാലയിലും ഉണ്ട് ഒരുപാട് പഴയത്. ഇത് തേച്ച് പിള്ളേരെ ഉരച്ച് കുളിപ്പിക്കുവായിരുന്നു. ഇതിന്റെ പൂവാ രസമുള്ള നല്ല പൂവല്ലേ. പക്ഷെ നല്ല മണമാണ് ഇതിനല്ലേ? മണമുണ്ടോ? മുല്ലപ്പൂ ഇതിന് മണത്തോയി നല്ല മണല്ലേ? നല്ലൊരു തേൻ ഉറന്ന മണം. പെരിങ്ങലം തീർത്തും നിസാരമായി തള്ളണ്ട. അതും ഒരൗഷധമാണ്. ആരും അറിയാതെ കിടക്കുന്ന ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരാൾക്ക് ചൊറിഞ്ഞിട്ട് ഇത് തേച്ച് കുളിച്ചപ്പോൾ തീർത്ത് മാറി. ഒരു ദിവസം പരിപൂർണ്ണ സുഖമായി. 3 ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സിച്ച് 6 മാസം അവർ ഒത്തിരി ദുരിതം അനുഭവിച്ച ഇത് തേച്ച് കുളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നത്, ആ പറഞ്ഞ ആളുടെ കാര്യം എനിക്ക് ആൾക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പം കംപ്ലീറ്റ്ലി പോയി കേട്ടോ. എന്നും ഞാൻ തന്നെ കാണുന്നതായിരുന്നു. കുറച്ച് ദിവസമായിട്ട് പോയി ഇത് ഈ ഇല പറിക്കുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പരിപൂർണമായിട്ട് ഇപ്പം മാറിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ചൊറിച്ചിലോട്ട് എഴുതുന്ന എത്ര പേരുണ്ട്. ചൊറി ചിരങ്ങ് എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. പുഴുക്കടിക്കൊക്കെ നല്ലതാണ്, ഒരുപാട് നല്ല. ഇത് ഉപയോഗിച്ചവരാ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നുണ്ടല്ല. ഞാൻ ഡോക്ടറൊന്നും അല്ല ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതിനകത്ത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ നിങ്ങൾ തേച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമെന്ന്. കാരണം നാച്ചുറൽ ആയിട്ട് ഒരു ചെടിയല്ല, ഫ്രഷ് ആയിട്ട് നമ്മൾ ഇതിൽ നിന്നാണ് പറിച്ച് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗിക്കാം. വളരെ ഗുണകരമായ ഒരു കാര്യമാണ് കേട്ടിടത്തോളം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ നോക്കുക. ആവശ്യക്കാർ കേട്ടോ, എല്ലാവർക്കും അങ്ങനെ കാര്യമില്ല. ആവശ്യമുള്ള ഈവൻ കൊതുക് കടിച്ചെടുത്ത് പോലെ ഒന്ന് തേച്ച് നോക്കി. ഞാനത് ട്രൈ ചെയ്തിട്ടത് മാറി കേട്ടോ. പക്ഷെ ഇതിനെപ്പറ്റി അറിയാവുന്ന കൂടുതൽ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അറിവുള്ളവര്, ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഉള്ളവര് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചെയ്യുക. അത് മറ്റുള്ളവർക്കും സഹായമായിക്കോട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.